السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأسلم على النبي المبعوث رحمة للعالمين، نبينا وحبيبنا وسيدنا محمد صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان وأهل بيته الطيبين الطاهرين، ثم أما بعد، اتقوا الله عباد الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا يا رب العالمين. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഈ രാവിലെ 9-9:30 ഇങ്ങനെ ഒരു പരിപാടി വച്ചാൽ ഈ റമദാൻ മാസത്തിൽ ഇന്നിപ്പോൾ ശനി ഞായറും മിക്ക ആളുകൾക്കും അവധിയായതുകൊണ്ട് കിടന്ന് ഉറങ്ങും. വല്ല ആളുകളും ഇവിടെ എത്തുമോ എന്ന ഭയത്തോടു കൂടിയാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, അല്ല ഹാജിമാർ എങ്ങനെ എത്താതിരിക്കും? കാരണം കുറേ കാലങ്ങളായി കാത്തിരുന്ന വലിയ ഒരു ഇബാദത്തിന് വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ എന്ത് പ്രയാസം സഹിച്ചും ഇങ്ങനെയുള്ള ഒരു ക്ലാസ് കേൾക്കാൻ എത്തും എന്ന് പിന്നെ എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായി. ഹജ്ജിനെക്കുറിച്ച് വളരെ വിശദമായി കുറേ കാലം ഹജ്ജിൻ്റെ അമീറായി പ്രവർത്തിച്ച പലരുടെയും ഗുരുനാഥനായ ഷെയ്ഖ് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര് വിശദമായി നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. തുടക്കത്തിൽ സൂചിപ്പിച്ചോ എനിക്കറിയില്ല, പലപ്പോഴും ഹജ്ജ് ക്ലാസ് എടുക്കാറുള്ളത് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, മറ്റൊന്ന് ഹജ്ജ് ഉംറക്ക് കൊണ്ടുപോകുന്ന പ്രൈവറ്റ് ഗ്രൂപ്പുകാരാണ്. അവരൊക്കെ അത്തരം പ്രോഗ്രാമിന് ഹജ്ജിന് വേണ്ടി പണം വാങ്ങുമ്പോൾ അതൊക്കെ കൂടെ ഒരുമിച്ച് ചേർത്താണ് കാശ് വാങ്ങാറുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ഹജ്ജ് ക്ലാസ്സിന് വേണ്ടി വന്നപ്പോൾ പ്രത്യേകമായ രജിസ്ട്രേഷൻ, പണമടച്ചുള്ള രജിസ്ട്രേഷൻ ഇല്ല. ഓരോരുത്തരും ഇത്ര കാശ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും നിർബന്ധിപ്പിച്ചിട്ടുമില്ല. ഈ സംഘടനയാണെങ്കിൽ ഹജ്ജ് ഉംറക്ക് കൊണ്ടുപോയി ആ രൂപത്തിലൊരു വരുമാനമുണ്ടാക്കുന്നതുമല്ല. അപ്പോൾ പിന്നെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ വലിയ പണം മുടക്കി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഹാജിമാർ മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അർഹമായ പ്രതിഫലം ലഭിക്കണം എന്ന ഒരൊറ്റ നീയത്ത് മാത്രമാണുള്ളത്. അതുകൊണ്ട് വിശിഷ്ടമായ സ്ഥലങ്ങളിൽ സമയങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ വിസ്മരിക്കരുത് എന്നുകൂടെ ഉണർത്തുകയാണ്. ഞാൻ വളരെ കുറഞ്ഞ സമയം, ഈ വിഷയം സുദീർഘമായി സംസാരിക്കേണ്ടതാണ്, പക്ഷേ വളരെ കുറഞ്ഞ സമയം എന്താണ് ഹജ്ജിൻ്റെ ലക്ഷ്യം എന്ന ഒരു വിഷയം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പണം മുടക്കി കുറേ കാലങ്ങൾ കാത്തിരുന്ന് രോഗങ്ങളൊക്കെ തൽക്കാലം രോഗമായി തന്നെ നിൽക്കട്ടെ, എന്നാലും ഹജ്ജിന് പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളെ ഒരു കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്തി മറ്റൊരു ദേശത്തേക്ക്, മറ്റൊരു ഭാഷ സംസാരിക്കുന്ന നാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം അവിടെ പോയി തിരിച്ചു വരുമ്പോൾ അന്നുമ്മ പ്രസവിച്ച ചെറിയ കുഞ്ഞിനെപ്പോലെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധരായി ത്വയ്യിബീങ്ങളായി തിരിച്ചു വന്ന്
പിന്നെ ഒരു യഥാർത്ഥ ഹാജിയായി തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി അങ്ങനെ പരലോകത്ത് എത്തിപ്പെടണം, പടച്ചവനെ കണ്ടുമുട്ടണം എന്ന ലക്ഷ്യമാണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ സൂറത്ത് അൽ ബഖറയിൽ, സൂറത്ത് ഹജ്ജിൽ, സൂറത്ത് ആലു ഇമ്രാനിലൊക്കെ ഹജ്ജിനെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി, ഇബ്രാഹിം അലൈഹിസ്സലാം നിങ്ങൾ ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കുക എന്ന് പറഞ്ഞ സൂറത്ത് ഹജ്ജിലെ ആ ആയത്ത് കഴിഞ്ഞ ഉടനെ അല്ലാഹ് പറയുന്നുണ്ട് ലിയഷ്ഹദൂ മനാഫിഅ ലഹും. എന്തിനാണ് ഹജ്ജിൽ മക്കയിൽ, അറഫയിൽ, മിനയിൽ, മുസ്ദലിഫയിൽ അവിടെയൊക്കെ നിങ്ങൾ എത്തുന്നത്? അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. രണ്ട് തരം ഉപകാരങ്ങൾ. ഒന്ന് ദീനിയായ ഉപകാരങ്ങൾ നേടിയെടുക്കാൻ, രണ്ട് കൂട്ടത്തിൽ ദുനിയവിയായ വല്ല ഉപകാരങ്ങളും അതും നേടിയെടുക്കാൻ. അങ്ങനെ നിങ്ങൾ മക്കയിലെത്തുമ്പോൾ, മദീനയിൽ ബഖീഇലെത്തുമ്പോൾ, മസ്ജിദ് നബവിയിലെത്തുമ്പോൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പടുത്തുയർത്തിയ കഅബാലയം കാണുമ്പോൾ, സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും സഅയ് ചെയ്യുമ്പോൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന അറഫ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ, മിനായിൽ എത്ര പണമുള്ളവനും പണിക്കാരനും ഒരു തമ്പിൻ്റെ കൂട്ടിൽ അവർ ഒരുമിച്ച് കൂടുമ്പോൾ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. അങ്ങനെ മക്കയിലേക്ക് പോയി തിരിച്ചു വരുന്ന കേവലം ഒരു മനുഷ്യനാകരുത് നിങ്ങൾ. അവിടെ നിന്നും ഒരുപാട് 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 പാഠങ്ങൾ പകർത്തിയെടുത്ത് കൊണ്ടായിരിക്കണം നിങ്ങൾ മടങ്ങി വരേണ്ടത് എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാഠം അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. കഅബാലയം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന കഥയാണ്. മക്ക നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രങ്ങളാണ്. അതേപോലെ തന്നെ ഹജ്ജിൻ്റെ വിവിധങ്ങളായ കർമ്മങ്ങളിലൂടെ ഇസ്ലാം അറിയിച്ചു തരുന്ന പാഠങ്ങളാണ്. പൂർവോപരി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും ജീവിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു തരുന്ന ചില ചരിത്ര സംഭവങ്ങളാണ്. ഇതൊക്കെ കൂടെ നമ്മൾ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുന്ന പാഠം, കഅബയുടെ പാഠം, ഇതൊക്കെ കൂടെ പറയുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാം ഹജ്ജിൻ്റെ ലക്ഷ്യവും കൂടെ പ്രധാനപ്പെട്ടത് അത് തൗഹീദ് ആണ്. ജനങ്ങളോടുള്ള വിളംബരമാണ്, തൗഹീദിനെക്കുറിച്ചുള്ള വിളംബരമാണ് ഹജ്ജ്. ഇബ്രാഹിമി ചരിത്രം, കഅബയുടെ കഥകൾ, മക്കയുടെ ചരിത്രങ്ങളൊക്കെ. എന്താണ് സഹോദരങ്ങളെ തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഇസ്ലാം കാര്യത്തിലും ഈമാൻ കാര്യത്തിലും തൗഹീദുണ്ട്. ഒരാൾ മുസ്ലിം ആകുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നു. ഇസ്ലാം കാര്യത്തിൽ ഇങ്ങനെയാണ്. ഈമാൻ കാര്യത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അൻ തുഅ്മിന ബില്ലാഹി, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. തൗഹീദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഏകനാക്കുക, അള്ളാഹു മാത്രമേ ഉള്ളൂ ഏകനായിട്ട്. എന്തെല്ലാം കാര്യത്തിൽ? ഈ വിസ്മയകരമായ പ്രപഞ്ചത്തെ, ഭൂമിയെ, അതെല്ലാം സൃഷ്ടിച്ചത് ഏകനായ റബ്ബ് മാത്രം. അത് ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാ മതങ്ങളും തൗഹീദിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ സൃഷ്ടിച്ചത് ഏകനായ റബ്ബായിരിക്കെ
ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന പാഠം ഇബാദത്ത് എന്ന് പറയാവുന്ന എന്തെല്ലാമുണ്ടോ? നമ്മൾ ആർക്കാണ് നിസ്കരിക്കാറുള്ളത്? ഇന്ന് നോമ്പുകാർ ആർക്ക് വേണ്ടിയാണ് നോമ്പ് നോറ്റത്? ആർക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതും പോറ്റുന്നതും മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നതും ഒക്കെ? അതിൻ്റെയൊക്കെ പിന്നിലുള്ള എല്ലാ ഇബാദത്തുകളുടെയും പിന്നിലുള്ള ലക്ഷ്യം ഏകനായ റബ്ബിൻ്റെ വജ്, ഏകനായ റബ്ബിൻ്റെ തൃപ്തി. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അപ്പോൾ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ റബ്ബല്ലാത്ത ഒരു മഖ്ലൂക്കിനെയും ഒരു ഇബാദത്തും അവർക്ക് സമർപ്പിക്കാൻ പാടില്ല എന്നാണ്. തൗഹീദിൻ്റെ മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന് മാത്രമായി കുറേ വിശിഷ്ടമായ നാമങ്ങളുണ്ട്. നമ്മളത് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയും. ആ അസ്മാ ഉൽ ഹുസ്നയിൽ മറ്റൊരാളെയും ഉൾപ്പെടുത്താൻ പാടില്ല. അസ്സമീഅ് എന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമാണ്. എന്താണ്? എല്ലാം കേൾക്കുന്നവൻ. ആ ഒരു പേര് അള്ളാഹ്ക്കല്ലാതെ ഒരു മഖ്ലൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു മഖ്ലൂക്കിനും ഇടാൻ പാടില്ല, ആ വിശേഷണം കൊടുക്കാൻ പാടില്ല. അൽ അലീം, എല്ലാം അറിയുന്നവൻ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. അള്ളാഹ് അറിയുന്നത് പോലെ മറ്റൊരു മഖ്ലൂക്ക് അറിയും എന്ന് പറഞ്ഞാൽ തൗഹീദിന് ഘടകവിരുദ്ധമാണ്. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അവനെ മാത്രമേ ആരാധിക്കാവൂ. അവൻ്റെ വിശേഷ ഗുണങ്ങളിലും നാമങ്ങളിലും മറ്റൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇതാ തൗഹീദ്. ഇതാണ് മക്ക പഠിപ്പിക്കുന്നത്. ഇതാണ് ഹജ്ജിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഇതാണ് കഅബയും ഇബ്രാഹിമി ചരിത്രവും പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കഅബാലയം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലില്ലദി ബിബക്ക, മക്കയിലുള്ള കഅബാലയമാണ് ലോകർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഒന്നാമത്തെ ഗേഹം. അള്ളാഹിനെ ആരാധിക്കാനുണ്ടാക്കിയ ഒന്നാമത്തെ പള്ളി കഅബാലയം. ഇതുണ്ടാക്കുന്നൊരു കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു പറയുന്നു, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്ത്, അൽ ബൈത്ത് കഅബാലയം. ആ കഅബാലയത്തിൻ്റെ സ്ഥാനം നാം ഇബ്രാഹീമിന് നിർണയിച്ചു കൊടുത്തു. എന്തിനാണെന്നറിയോ? എന്നിട്ട് തൊട്ട് ശേഷം പറയുന്നത് എന്തിനാ കഅബാലയം ഉണ്ടാക്കിയത്? നിങ്ങൾ കാണാൻ പോകുന്ന, നിങ്ങൾ തവാഫ് ചെയ്യുന്ന ആ കഅബാലയം ഉണ്ടാക്കി എന്തിനാണെന്നറിയോ? അല്ലാ തുശ്രിക് ബീ ശൈആ, അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നതിനാണ് കഅബാലയം ഉണ്ടാക്കിയത്. ഇബാദത്ത് റബ്ബിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതിനാണ് കഅബാലയം ഉണ്ടാക്കിയത്. എന്നിട്ടോ ശേഷം പറഞ്ഞു, വത്വഹിർ ബൈത്തിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ് ഇബ്രാഹിം, താങ്കൾ ഈ കഅബാലയം ശുദ്ധിയാക്കണം. തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, നിന്നുകൊണ്ടും കുമ്പിട്ടുകൊണ്ടും നിസ്കരിക്കുന്ന ആളുകൾക്ക്, തവാഫ് ചെയ്യുന്ന ഇവർക്കൊക്കെ കഅബാലയം ശുദ്ധിയാക്കണേ എന്ന് പറഞ്ഞു. മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാ ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു, എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും, അവിടെ ഒരു ഇല ചാടിയാൽ ടിഷ്യൂ പേപ്പർ ചാടിയ വൃത്തിയാക്കുക എന്നല്ല, കഅബാലയത്തെ എല്ലാ തിന്മകളിൽ നിന്നും വൃത്തിയാക്കണം, ഷിർക്കിൻ്റെ നജസ്സുകളിൽ നിന്നും അത് വൃത്തിയാക്കണം എന്ന ഒരു വിശദീകരണം മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാ കൊടുത്തു. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം ഉണ്ടാക്കിയത് എന്തിനാ? അള്ളാനെ മാത്രം ആരാധിക്കാം. എന്തിനാ കഅബാലയം ഉണ്ടാക്കിയത്? അള്ളാഹുവിനോട് മാത്രമേ ദുആർക്കാൻ പാടുള്ളൂ എന്നതിനു വേണ്ടി.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തിയാക്കി. മക്കയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ കഅബക്ക് അകത്തും പുറത്തുമായി വലിയ നജസ്സുകളുണ്ടായിരുന്നു. 300 ചില്ലാനം അസ്നാമുകളുണ്ടായിരുന്നു, ഔസാനുകളുണ്ടായിരുന്നു, പൂജിക്കപ്പെടുന്ന വസ്തുക്കളുണ്ടായിരുന്നു. മക്കം ഫത്ഹോടുകൂടി കഅബാലയത്തിൻ്റെ ഉള്ളിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർണ്ണമായും തൗഹീദിൽ അധിഷ്ഠിതമാക്കി കഅബാലയം ശുദ്ധിയാക്കി. ഹജ്ജിന് പോകുമ്പോൾ കഅബാലയം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, റബ്ബേ, നിന്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ, നിനക്ക് മാത്രം സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കഅബാലയം ഉണ്ടാക്കിയതെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ റബ്ബല്ലാതെ നീയല്ലാതെ ഒരാളോടും പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ഇതേ കൽപ്പന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ പള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. തീർച്ചയായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അള്ളാഹുവിനുള്ളതാണ് പള്ളി, അള്ളാഹുവിൻ്റെ ഭവനമാണ്, ബൈത്തുള്ളയാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹ്, അള്ളാഹിൻ്റെ കൂടെ നിങ്ങളൊരാളോടും ദുആർക്കാൻ പാടില്ല. റബ്ബേ എൻ്റെ കുട്ടിയെ കാക്കണേ, റബ്ബേ എൻ്റെ ഹജ്ജ് കഴിഞ്ഞ് ശരിയായ രൂപത്തിൽ മടങ്ങി വരണം, തൗഫീഖ് ഉണ്ടാകണേ എന്നൊക്കെയുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള നിങ്ങളുടെ വിളികൾ, പ്രാർത്ഥനകൾ റബ്ബല്ലാത്ത ഒരാളോടും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഇതാണ് കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അതുതന്നെയാണ് ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദരങ്ങളെ, ഇബ്രാഹീമിൻ്റെ ചരിത്രം എന്താ പഠിപ്പിച്ചു തരുന്നത്? അല്ലേ, പിതാവ് ഷിർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് വളരെ സൗമനസ്യമായി, നൈർമല്യമായി പറയുന്നു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. വാപ്പ, ഒരു ഉപകാരവും ചെയ്യാത്ത, നിങ്ങൾക്ക് ഒരു ദുരിതം വന്നാൽ അത് നീക്കിത്തരാൻ സാധിക്കാത്ത, നിങ്ങൾക്കൊരു സൗഭാഗ്യമുണ്ടാക്കിത്തരാൻ സാധിക്കാത്ത ഇവയെ എന്തിനാ വാപ്പ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ താണുകൂണു വണങ്ങി അവയോട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് അവരെ പൂജിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യം. കഅബ കാണുമ്പോൾ മക്കയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചരിച്ച ആ സഞ്ചാര പദങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകണം, നമ്മളുടെ ആവശ്യങ്ങൾ, മുറാദുകൾ ഹാസിലാക്കുന്നത് ഒരു മഖ്ലൂക്കുമല്ല. നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നത് റബ്ബല്ലാത്ത ഒരാളുമല്ല, ഖദാ ഖദറിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. റബ്ബേ, നീ നൽകിയതിനെ തടയുന്നവനോ നീ തടഞ്ഞതിനെ നൽകുന്നവനോ ആയി ലോകത്തൊരാളും തന്നെ ഇല്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. ഒരാളുടെ ഔദാര്യവും നിൻ്റെ അടുക്കൽ ഒരിക്കലും ഉപകരിക്കുന്നവരല്ല എന്നാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഇബ്രാഹിമിൻ്റെ പിൻഗാമികളായി പറയപ്പെടുന്ന ആരെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി ഇബ്രാഹിം നബി എന്താണോ സ്വന്തം പിതാവിനോട് പറഞ്ഞത് ആ പിതാവ് ചെയ്യുന്ന പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ടോ? ഒരു പ്രയാസം വരുമ്പോൾ റബ്ബിനോട് പറയുന്നതിന് പകരം മറ്റേതെങ്കിലും മഖ്ലൂക്കുകളോട്, സൃഷ്ടികളോട്, പുണ്യ പുരുഷന്മാരോട്, പുണ്യവാന്മാരോട്, ഔലിയാക്കന്മാരോട്, മഹാന്മാരോട് പറയുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു വിശ്വാസം വെച്ച് നമ്മൾ ഹജ്ജിന് പോയിട്ട് എന്ത് കാര്യമാണുള്ളത്? വിശുദ്ധ ഖുർആൻ പറയും, ഖുൽ ഇദ്ഉൽ ലദീന സഅംതും മിൻ ദൂനി. അല്ലാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരും എന്ന് വിചാരിച്ച് നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കി. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങളുടെ ദുരിതം
ഒന്ന് നീക്കിത്തരുവാനോ ഒരല്പസമയത്തേക്ക് ഒരല്പമൊന്ന് നീക്കിത്തരുവാനോ അവരെ കൊണ്ട് സാധ്യമല്ല എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം പിതാവിനോട് പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിലെ കാര്യമെന്താ? നിങ്ങൾ മറ്റൊരാളോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. മാത്രമല്ല ഖുർആൻ പറഞ്ഞു വമൻ അദല്ലു മിമൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനായി മറ്റാരുണ്ട് എന്നാ ഖുർആൻ ചോദിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തം പിതാവിനോട് ചോദിച്ച ചോദ്യം നമ്മൾ പാരായണം ചെയ്യുന്ന നമ്മളോടുള്ള അഭിസംബോധനയായി ഖുർആൻ ചോദിക്കുന്നു. മനുഷ്യരെ, എല്ലാത്തിനും കഴിവുള്ള, എല്ലാം അറിയുന്ന, നിങ്ങളെല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന അലൈസല്ലാഹു ബിക്കാഫിൻ അബ്ദ, ആ ഒരു റബ്ബ് പോലെ നിങ്ങൾക്ക് എന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ഇഹ്റാമിൽ അങ്ങ് കയറിക്കഴിഞ്ഞാൽ തൽബിയത്താ ചൊല്ലുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് തുടങ്ങുന്ന ആ തൽബിയത്തിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് അറിഞ്ഞിട്ടുണ്ടോ? എന്താ അത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന ആശയ ഗാംഭീര്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതേ കാര്യം നിങ്ങൾ ഓരോ നമസ്കാരത്തിലും ചൊല്ലുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമവാതി വൽ അർദ്. ഭൂമിയെ ശൂന്യതയിൽ നിന്നും, ഒന്നുമല്ലാത്ത, മാതൃകയില്ലാത്ത അവസ്ഥയിൽ നിന്നും ആകാശഭൂമികളെ സൃഷ്ടിച്ചുണ്ടാക്കിയ റബ്ബേ, നിന്നിലേക്കാണ് എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നത്. സ്വലാത്തി വനുസുക്കി, എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ സകലമാന ആരാധനകളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ റബ്ബിനോടാകുന്നു. ലാ ശരീക ലഹു, റബ്ബേ നിന്നിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല, നീയല്ലാത്ത ഒരാളോട് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, നീയല്ലാത്ത ഒരാൾക്കും ഞാൻ നേർച്ച സമർപ്പിക്കുകയില്ല എന്നുള്ള ലാ ശരീക ലഹു. സഹോദരങ്ങളെ, ദിവസത്തിൽ 5 നേരമെങ്കിലും ഈ ദുആ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാജിയാരെ കൊണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറയിപ്പിക്കുകയാണ്. ലബ്ബൈക് റബ്ബേ, നിന്നെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക്, വീണ്ടും അതേ അർത്ഥം. ലാ ശരീക ലക്, റബ്ബേ നിനക്കൊരു പങ്കാളിയുമില്ല. ഇന്നൽ ഹംദ, എല്ലാ സ്തുതിയും എല്ലാ ആധിപത്യവും റബ്ബേ നിനക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തൗഹീദിൻ്റെ വിളംബരമാണ് സഹോദരീ സഹോദരങ്ങളെ ഇവിടെ നമ്മളെ കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ആശയമറിഞ്ഞ് അർത്ഥമറിഞ്ഞ് അന്നുമ്മ പ്രസവിച്ച മകനെ പോലെ മടങ്ങണമെങ്കിൽ ആശയ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് തൽബിയത്ത് ചെയ്യണം. ഒരു മുദ്രാവാക്യമല്ല തൽബിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകലാണ്. റബ്ബല്ലാത്ത ഒരു ഇലാഹുമില്ല എന്ന പ്രഖ്യാപനമാണ്. ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ തൽബിയത്ത് ചൊല്ലിയാ, റബ്ബല്ലാ ഒരാളോട് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കില്ല എന്നൊരു ഹാജിയാർക്ക് പറയാൻ സാധിക്കണം. നിങ്ങൾക്കറിയുമോ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അന്നുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. അവർ അറഫയിൽ പോയിരുന്നു. അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അവരുടെ തൽബിയത്തും നമ്മുടെ തൽബിയത്തും തമ്മിലൊരു വ്യത്യാസം എന്തെന്നറിയോ? അവരും ഇതേ തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിലാണ് ഈ സംഭവമുള്ളത്. റസൂലുള്ളാഹി ഇത് കേൾക്കുമ്പോൾ പറയും, മതി കൂട്ടരെ, നിർത്തിൻ, ലാ ശരീക ലക്, റബ്ബേ നിനക്കൊരു പങ്കാളിയുമില്ല എന്ന് പറയുമ്പോൾ റസൂൽ പറയാം, മതി, ഇനി അതിൻ്റെ അപ്പുറം നിങ്ങൾ പറയരുത്. പക്ഷേ അവർ നിർത്തുകയില്ല. നിനക്കൊരു പങ്കാളിയുമില്ല എന്ന് പറഞ്ഞ് പിന്നീട് പറയും, ചില പങ്കാളികളുണ്ട്. ആ പങ്കാളികൾ ലോകം സൃഷ്ടിച്ചവരല്ല, അവർക്ക് സ്വയം കഴിവില്ല,
റബ്ബേ നീ കൊടുത്ത കഴിവാണ് അവർക്കുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ അവരോടും കൂടെ പ്രാർത്ഥിക്കുന്നു, അവർക്ക് കൂടെ ഇബാദത്ത് സമർപ്പിക്കുന്നു എന്നാണ് മക്കയിലെ മുശ്രിക്കുകളുടെ തൽബിയത്ത്. ഹജിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ തൽബിയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൽബിയത്താകണം, ഷിർക്കിൻ്റെ തൽബിയത്താകാൻ പാടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ ഇടപെടാൻ മറ്റു ചില മഹാന്മാർ കൂടെ ഉണ്ട്, അവരോട് പറഞ്ഞാലും ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. അവർക്ക് സ്വയം കഴിവൊന്നുമില്ല, റബ്ബേ നീ കൊടുത്ത കഴിവാണ് അവർക്കുള്ളത്, അതുകൊണ്ട് നീ കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കുന്നു എന്നാണെങ്കിൽ തീർച്ചയായും പരിശോധിക്കണം, അത് മക്കയിലുള്ള മുശ്രിക്കുകളുടെ തൽബിയത്തുമായി വല്ല സാമ്യമുണ്ടോ എന്ന്. ഈ തൽബിയത്തിൻ്റെ ആശയമാണ് നിങ്ങൾ സഫയിൽ കയറുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രഖ്യാപനം ആ ഒരു തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം നിങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. അവിടെ വെച്ച് നിരന്തരമായി പറയേണ്ടത് അഫ്ളു ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫ ദിവസത്തുള്ള പ്രാർത്ഥനയാണ്. അവിടെയും എന്താണെന്നറിയുമോ? എപ്പോഴും നിങ്ങൾ ഉരുവിടേണ്ട ഈ തൗഹീദിൻ്റെ മന്ത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന റബ്ബേ നീയല്ലാത്ത ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞ തൗഹീദിൻ്റെ മന്ത്രമാണ് നിങ്ങൾ അറഫയിൽ നിങ്ങൾ കൂടുതലായി ചൊല്ലേണ്ടത് എന്നാണ്. ലോകത്ത് തവാഫ് എന്ന് പറയുന്ന ഇബാദത്ത് കഅബക്ക് ചുറ്റും മാത്രമേ ഉള്ളൂ. കഅബ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ആരെങ്കിലും വല്ല മഹാന്മാരുടെ ഖബറിന് ചുറ്റും തവാഫ് ചെയ്യുന്നുവെങ്കിൽ റബ്ബേ നീ പഠിപ്പിച്ചതുപോലെ കഅബാലയത്തിന് ചുറ്റുമാണല്ലോ തവാഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഖാമി ഇബ്രാഹീമിൻ്റെ പിന്നിൽ നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ അവിടെ കൊണ്ട് റബ്ബ് നിങ്ങളെ കൊണ്ട് ഓദിപ്പിക്കുന്നത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും സൂറത്ത് ഇഖ്ലാസുമാണ്. ഇങ്ങനെ ഹജ്ജിലാസകലം നിങ്ങളെ കൊണ്ട് അത് കഴിയുന്നത് വരെ ചൊല്ലിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ ഒരു തൗഹീദിൻ്റെ വ്യാഖ്യാനമാണ്, തൗഹീദിൻ്റെ മന്ത്രമാണ്, തൗഹീദിൻ്റെ ആശയമാണ്. അതുകൊണ്ട് മക്കയിൽ ചെല്ലുമ്പോൾ മക്കയിൽ കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, മദീനയിൽ കണ്ടുപഠിക്കേണ്ട കുറേ ചരിത്രങ്ങളുണ്ട്. അതെല്ലാം ആവഹിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഹാജിമാരായി മടങ്ങി വരാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത രൂപത്തിൽ, പുണ്യകരമായ രൂപത്തിൽ, സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ, അബദ്ധങ്ങളില്ലാത്ത രൂപത്തിൽ ഒരു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.